യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജല പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവം പറയാണ് ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു എന്ന്. അപ്പോൾ കരഞ്ഞു തളർന്ന കർത്താവ് നാം പലപ്പോഴും ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യും? നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷെ ദൈവം പറയുകയാണ് കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് താൻ ഒരു സഹായകരസ്ഥവുമായി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ പറയുകയാണ് ഞാൻ അവാന്തരവെളിയിൽ നദികളെ ഉണ്ടാക്കുമെന്നാണ്, മരുഭൂമിയിൽ ആറുകളെ ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, മരുഭൂമി എന്ന് പറയുന്ന സ്ഥലത്തിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുവാൻ സാധ്യമല്ല. പക്ഷേ അത് ഭൂമിക്ക് ഒരുപാട് ദൂരെ ഇരിക്കുകയാണ്. പക്ഷേ എങ്കിലും അങ്ങ് അടിയറ്റത്ത് ആഴത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഭൂമിയുടെ പുറത്ത് വെള്ളം വരുവാനോ അല്ലെങ്കിൽ ഒരു നീരുറവ് വരുവാനോ സാധ്യതമല്ലാത്തൊരു സ്ഥലമാണ് മരുഭൂമി. പക്ഷേ ആ മരുഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യാം? നദികൾ ഉളവാക്കുമെന്ന് ദൈവം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ തന്നെ ഉണങ്ങി വരേണ്ട നമ്മുടെ ജീവിതം, ഒരു നന്മയും കാണുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നാം എവിടെ നോക്കിയാലും നമുക്ക് വരൾച്ച മാത്രമേ കാണുവാനുള്ളൂ. പ്രിയ ദൈവമക്കളെ, അങ്ങനെയായി ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയൊരു നീരുറവയായ അനുഗ്രഹങ്ങളെ തരുവാൻ ശക്തനെന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കരഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ തളർന്നു കാണും, സഹായം ചോദിച്ച് തളർന്നു കാണും. ഇനി ആരോടും സഹായം ചോദിപ്പാനില്ല, ആർക്ക് വേണ്ടിയും എന്നെക്കൊണ്ട് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ള വല്ലാത്ത പ്രശ്നത്തിലും വേദനയിലും നിങ്ങളായിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങളിനി കാത്തിരിക്കേണ്ടി വരത്തില്ല. ഞാൻ എത്രയും പെട്ടെന്ന് മരുഭൂമിയായ നിങ്ങളുടെ ജീവിതത്തിൽ ഉറവുകളായ ആ ഒരു ബന്ധുക്കളെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ എന്തിലാണ് നാം ദൈവത്തോട് ചോദിച്ച് നാം ഇരിക്കുന്നു, അതിന് നമുക്ക് നിർബന്ധമായിട്ടും സാമ്പത്തികമായാലും രോഗസൗഖ്യമായാലും മറ്റു പല കാരണങ്ങളും തലമുറകളുടെ ഒരു മുന്നേറ്റത്തിനായാലും എന്തായാലും ദൈവം അധിക താമസിക്കുക നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും എന്ന് നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. കർത്താവ് തന്നെ നമുക്ക് ഓരോരുത്തർക്കും തൻ്റെ കൃപകളെ തന്ന് വഴി നടത്തേണ്ടത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.